സിറ്റാഡൽ ഉയർന്ന സ്ഥലവും സിറ്റാഡൽ താഴ്ന്ന സ്ഥലവും, അതായത് ഭരണത്തിൽ ആളുകൾ ഇരിക്കുന്ന കുറച്ച് ഉയർന്ന സമൂഹത്തിലെ കുറച്ച് ഉയർന്ന ആൾക്കാർ എവിടെ ഇരുന്നിട്ടാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സിറ്റാഡൽ. The houses common people different size in single room which in ഹാരപ്പൻ ബിഗർ സ്ട്രക്ചർ. ഹാരപ്പൻ സ്ട്രക്ചറിൽ സാധാരണക്കാരുടെ വീടുകൾ അത്ര വലുതൊന്നല്ല, നോർമലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന വീടുകളായിരുന്നു. ലാർജ്ലി ബിൽഡ് ദ ബേൺ ബ്രിക്സ്, അതായത് ബേൺ ബ്രിക്സ് എന്തിൻ്റെ ബ്രിക്സ്? ബേൺ, തീയിൽ ചുട്ടെടുത്ത എന്താണ് ബ്രിക്സ്, ഇഷ്ടിക അല്ലെ, തീയിൽ ചുട്ടെടുത്ത ബ്രിക്സിനെ കൊണ്ട് പണിതതായിരുന്നു അവരുടെ വീടുകൾ. ദെൻ അവിടെ ചുറ്റും കോർട്ട്യാർഡ് ഉണ്ടായിരുന്നു, വീടിന് ചുറ്റും മുറ്റം നിർമ്മിച്ചിരുന്നു. കിച്ചൺ ഉണ്ട്, പ്രൈവറ്റ് വെൽസ് ഉണ്ട്, അതായത് അവനവൻ്റെ ഓരോ കിണർ. പ്രൈവറ്റ് വെൽസ് പറഞ്ഞാൽ എന്താണ്? അവനവൻ്റെ വീട്ടിൽ ഓരോ കിണർ പോലുള്ള കിണർ കുഴിച്ചിരുന്നു. These houses provided with private wells and kitchens, bathing platform and differ entire houses suggest that rich lived in the larger houses, one room building and invented for the poor sector of society. അത് പാവപ്പെട്ട ആളുകൾക്ക് ചെറിയ വീടും വലിയ ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞ പോലെ സിറ്റാഡലും ഒരു ഉയർന്ന അത്യാവശ്യം പ്രദേശങ്ങളും അത്യാവശ്യം വലിയ വീടുകളായിരുന്നു അന്ന്. വലിയ അത്യാവശ്യം സമൂഹത്തിലെ ഉയർന്ന ജീവികൾ വലുത് ഉപയോഗിച്ചിരുന്നത്. ഡ്രൈനേജ് സിസ്റ്റം, അത് ഹാരപ്പൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സിസ്റ്റമാണ് ഡ്രൈനേജ് സിസ്റ്റം. ദിസ് ഡ്രെയിൻ ഈസ് കവേർഡ് വിത്ത് ബ്രിക്സ് ഓഫ് സ്റ്റോൺ സ്ലാബ്, അതായത് സ്റ്റോൺ എന്തുകൊണ്ടുണ്ട്? കല്ല് പതിപ്പിച്ച് കനത്ത കല്ലുകൊണ്ട് എന്ത് മൂടി? സ്ലാബ്. കാരണം അഴുക്ക് ജലാണല്ലോ, സ്മെല്ല് ചെയ്യാനൊന്നും പറ്റാത്ത രീതിയിൽ കറക്റ്റ് അടുക്കി വെച്ചിരുന്നു. അത് കല്ലുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നു. ബ്ലോക്ക് മീൻസ് ഒഴുകുന്ന രീതിയിൽ തന്നെ സ്മെല്ലൊന്നും ചെയ്യാതെ വൃത്തിയായിട്ട് ചെയ്തിരുന്നു. വിച്ച് ഓപ്പൺ സ്ട്രീറ്റ് ഡ്രെയിൻ ആൻഡ് ഡ്രെയിൻ ടു കവേർഡ് വിത്ത് മെയിൻ ഹോൾ ബ്രിക്സ് ആൻഡ്, അത് ഓരോ വീട്ടിൽ നിന്നും ഇതിലേക്ക് കനാൽ കൊടുത്തിരുന്നു. മെയിൻ അഴുക്കുചാൽ ഡ്രൈനേജിലേക്ക് വീടുകളിൽ നിന്നെല്ലാം ഡ്രൈനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ടൗൺ പ്ലാനിങ് ആണ്. കാരണം എല്ലായിടത്തും എന്തുണ്ടാവില്ല, വൃത്തിഹീനമായ ജലം തങ്ങി നിൽക്കൂല വീടിന് ചുറ്റൊന്നും. എല്ലാ വീട്ടിൽ നിന്നും എങ്ങോട്ട് പോകും? ഈ മെയിൻ ഡ്രൈനേജിലേക്ക് പോകും. ആ മെയിൻ ഡ്രൈനേജിൽ നിന്നാണ് ഇത് എവിടേക്ക് കടലിലേക്കോ കായലിലേക്കോ അല്ലെങ്കിൽ സിന്ധു നദി എവിടേക്കെങ്കിലും പോയിട്ട് ഇത് ഒഴിവാക്കുന്നത്. ഓക്കെ, അല്ലാതെ ഇവർ ജീവിക്കുന്ന സ്ഥലമൊക്കെ വളരെ വൃത്തിയുള്ള സ്ഥലമായിരുന്നു. ദാറ്റ്സ് ക്ലീനിങ് ആൻഡ് ബാത്തിങ്, ദേ വർ ഇന്റർവൽ ടു സൈഡ് ഓഫ് സ്ട്രീറ്റ് ഫോർ ക്ലീനിങ് ആൻഡ് ഷോസ് ദാറ്റ് അക്കൈൻ ദ സയൻസ് ഓഫ് സാനിറ്റേഷൻ. ഓക്കെ, അപ്പോൾ അവർക്ക് അത് സാനിറ്റ് ചെയ്യാനൊക്കെ അറിയായിരുന്നു. Some major structural remains of the Harappan. The Mohenjo-daro Great Bath is the most important structure. ഇതിൽ പറയുന്നത് മോഹൻജദാരോ, ഹാരപ്പൻ സിവിലൈസേഷന് അപ്പുറത്തൊരു ടൗൺ ആയിരുന്നു മോഹൻജദാരോ. അവർ ടൗൺ പ്ലാനിങ് ആയിരുന്നു. ഇറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ ആൻഡ് ഗ്രേറ്റ് ബാത്ത്. എന്താണ് മോഹൻജദാരോയിലുള്ള ഗ്രേറ്റ് ബാത്ത്? അപ്പോൾ എസ് എ വരുമ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം കേട്ടോ. And this supply to large of there was a drain of outlet of water. Bath was surrounded settings of rooms of side and changing the clothes. അവർക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് വസ്ത്രം മാറാൻ വേറെ തന്നെ ബിൽഡിങ് കറക്റ്റ്. അപ്പോൾ ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ബിഫോർ ക്രൈസ്റ്റിന് മുമ്പാണ് ഈ സംഭവങ്ങളൊക്കെ. ഇപ്പോഴത്തെ കാലത്തുള്ള ഇതേ ഒരു ഇപ്പോഴും ഉണ്ടല്ലോ ബാത്റൂമും നമുക്ക് ഡ്രസ്സ് മാറാനുള്ള സ്വകാര്യത. അതേപോലെ പണ്ടും ആളുകൾ ഇത്രക്കും വെൽഡൺ തന്നെ പറയാം അല്ലേ, അത്രക്കും കറക്റ്റ് ടൗൺ പ്ലാനിങ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഹാരപ്പൻ സിവിലൈസേഷൻ. ഓക്കെ, ഇതേ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു മോഹൻജദാരോ, അതേപോലെ തന്നെ സിന്ധു നദീതട സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരത്തെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മളെന്താ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്, അതേതാന്ന് പറഞ്ഞത് മിസ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. അപ്പോൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മിസ് ഇത് കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾ മാറിപ്പോവരുത്, എല്ലാ സംസ്കാരവും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് മാറിപ്പോവരുത്. ഒന്ന് സിന്ധു നദീതട സംസ്കാരം, അത് നമ്മുടെ സംസ്കാരം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ ഹിസ്റ്ററി അണ്ടർസ്റ്റാൻഡിങ് പാഠം നിർബന്ധമായിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? സിന്ധു നദീതട സംസ്കാരം മീൻസ് ഹാരപ്പൻ സിവിലൈസേഷൻ ആണ് നമ്മളത്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, ഹാരപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് നമുക്ക് പ്രൂഫ് കിട്ടിയത്. നമുക്കല്ല, നമ്മുടെ ആർക്കിയോളജിസ്റ്റിന്, അദ്ദേഹം ആർ.ഡി. ബാനർജി അല്ലെങ്കിൽ കണ്ണിങ്ഹാം, ചാൾസ് മാർഷൽ, കുറേ ആൾക്കാരുണ്ട് ആർക്കിയോളജിസ്റ്റ്. ഇവർക്കൊക്കെ എന്ത് പ്രൂഫ് കിട്ടിയത് കൊണ്ടാണ്, നമ്മൾ ഹാരപ്പയിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. ആ ഹാരപ്പയിലെ ടൗൺ പ്ലാനിങ്ങിന് നമ്മൾ പറഞ്ഞില്ലേ, അവിടെ മോഹൻജദാരോ തൊട്ടടുത്തൊരു വേറെ ടൗൺ, ഡ്രൈനേജ് സിസ്റ്റം, ബാത്തിങ് സിസ്റ്റം, അവർക്ക് പിന്നെ സേവ് ചെയ്യാൻ ഗ്രാനറി മീൻസ് ധാന്യങ്ങൾ സേവ് ചെയ്യാനുള്ള സിസ്റ്റം, കറക്റ്റ് വീടിനുള്ളിൽ കിച്ചൺ, അങ്ങനെയുള്ള ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന എൻജിനീയറിങ്ങിൽ ബിരുദമൊക്കെ നേടി ബിരുദാനന്തര ബിരുദമൊക്കെ കഴിഞ്ഞുള്ള ആളുകൾ ചെയ്യുന്ന അതിനേക്കാൾ ഒരു പക്ഷേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്ന് ഹാരപ്പയിലെ ടൗൺ പ്ലാനിങ്. അതുകൊണ്ടാണ് അത് മറ്റുള്ള സംസ്കാരങ്ങളിൽ നിന്നും നമ്മൾ ഇന്ത്യൻ സംസ്കാരം എപ്പോഴും വേറിട്ട് നിൽക്കുന്നത്. കൾച്ചേഴ്സാണ് നമ്മുടെ സംസ്കാരം. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സംസ്കാരം. കാരണം ഇത്രയും പഴക്കം ചെന്നിട്ടും അന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു പ്ലാനിങ്ങും അത്രക്കും കറക്റ്റായിരുന്നു. ലോകത്തിൽ വേറൊരു സംസ്കാരത്തിൽ ഇത്ര
എന്താ പറയുക കണ്ണിങ് ആയിട്ടൊരു സംഭവം ഇല്ല. അപ്പം നിങ്ങൾ എസ്സേ നന്നായി പ്രിപ്പയർ ചെയ്യുക. ടൗൺ പ്ലാനിങ്, ഓക്കെ, അത് മാറിപ്പോവരുത്. നെക്സ്റ്റ് നമുക്ക് ഇനി പഠിക്കാനുള്ള വേദിക് കാലഘട്ടം, വേദകാലഘട്ടം. മീൻസ് ഇവിടെ എഴുതിയാണ് ആര്യൻസ് ആൻഡ് മൈഗ്രേഷൻ, ഋഗ്വേദ, ഏർലി വേദിക് പീരീഡ്, ലേറ്റർ വേദിക് പീരീഡ്. ഏർലി വേദിക് പീരീഡിലെ അവിടെ സൊസൈറ്റി എന്തായിരുന്നു, ലേറ്റർ വേദിക് പീരീഡ് അവിടെ സൊസൈറ്റി എന്തായിരുന്നു, ഋഗ്വേദ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പം നമ്മൾ നേരത്തെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മിസ് പറഞ്ഞിരുന്നു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, വേദ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ വേദങ്ങൾക്കായിരുന്നു ഇമ്പോർട്ടൻറ്റ്. വേദത്തിൽ എന്താണോ പറഞ്ഞു അതേപോലെ ജീവിത രീതിയിൽ കൊണ്ടു നടന്ന ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. കാരണം അന്ന് ഉണ്ടായിരുന്ന ഇതിഹാസങ്ങളും നമ്മളെ എന്താ പറയുക രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലും അത് പ്രൂഫാണ്. ആ പ്രൂഫിൽ പറയുന്ന പോലെ തന്നെയായിരുന്നു നമ്മുടെ ജീവിതവും എന്നാണ് പൊതുവെ ഒരു വിശ്വാസം. അതിനധിഷ്ഠിതമായ കുറേ ബുക്സ് നമ്മൾ വായിച്ചില്ലേ, ഹർഷചരിത എന്ന് എക്സാമ്പിൾ. ഒരു വേദിക്കാലഘട്ടത്തെ മിസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ സമയത്ത് ഹർഷൻ എന്ന രാജാവ് ഭരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളാണ് ഈ ബുക്കിലുള്ളത്, ഹർഷചരിതത്തിലുള്ളത്. അതേപോലെ അന്നത്തെ ഇതിഹാസ ഗ്രന്ഥങ്ങളായിരുന്നു രാമായണ ആൻഡ് മഹാഭാരത. രാമായണത്തിൽ രാമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അത് കഥയാണ്, അതെന്തല്ല ജീവിതമല്ല. അത് നിങ്ങൾ മാറിപ്പോകരുത്. ചിലത് ജീവിതത്തോട് ബന്ധിച്ചുള്ള ഹർഷചരിതയെ പോലുള്ള രാജാവ് ജീവിച്ചിരുന്ന രാജാക്കന്മാരുടെ കഥയും ജീവിച്ചിരിക്കാത്ത, അതായത് നമ്മുടെ കഥകളിൽ മാത്രമാണ് എന്ത് രാമായണം. അതിൽ രാമനൊക്കെ വെറും കഥാപാത്രം മാത്രമാണ്, സീത അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അവരെ രണ്ടാളും കഥയാണ് എന്ത് രാമായണം. അതേപോലെ മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് കഥയാണ്. അത് അതിൽ ജസ്റ്റ് റിലേറ്റഡ് ആണ്. കാരണം ഈ ബ്രാഹ്മണന്മാരാണ് ഈ കഥകളൊക്കെ വായിച്ച് അവർ മനസ്സിൽ ഉറപ്പിക്കുകയാണ് ഈ മഹാഭാരത യുദ്ധം ഇവിടെ നടന്നിട്ടുണ്ട്, ഈ ഇന്ത്യയിൽ മഹാഭാരത യുദ്ധം നടന്നിട്ടുണ്ട്. പക്ഷെ അത് ശരിക്കും അതൊരു കഥയാണ്. കുരുക്ഷേത്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട്, അതായത് നമ്മുടെ കൗരവരും പാണ്ഡവർ, അത് രണ്ട് റിലേറ്റീവ്സ് മീൻസ് കുടുംബക്കാരാണ് രണ്ടാളും, രണ്ട് റിലേഷനുള്ള ഫാമിലീസിൻ്റെ കോൺഫ്ലിക്ട്സ് ആണ് എന്തിൽ പറയുന്നത്, നമ്മുടെ ഇത് വേദകാലഘട്ടത്തിലുള്ള നമ്മുടെ എന്താണ് പറഞ്ഞത് ഇത് ഗ്രന്ഥമായ മഹാഭാരതത്തിൽ. ഓക്കെ, മഹാഭാരതം ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് വാർ, അതൊരു യുദ്ധത്തിൻ്റെ കഥയാണ്. അപ്പോൾ ഇതൊക്കെ കൂടി മിക്സഡ് ആയിട്ടാണ് നമ്മുടെ ഒരു ഹിസ്റ്ററി എന്ത് ചെയ്യുന്നത് നിലവിൽ ഉള്ളതെന്നാണ് മിസ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഡാൻസിങ് ആൻഡ് ഗേൾ മോഹൻജദാരോ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഹാരപ്പയിലുള്ള വേറൊരു ടൗൺ ആണ് മോഹൻജദാരോ. അപ്പോൾ അതിൽ നിന്ന് കുറേ നമുക്ക് പ്രൂഫും പ്രതിമകളൊക്കെ കിട്ടിയിട്ടുണ്ട്, സ്റ്റാച്യൂസൊക്കെ. അതിൽ നൃത്തം ചെയ്യുന്ന കുട്ടികളെ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മോഹൻജദാരോ നല്ല നല്ല ഡാൻസിങ് ഒക്കെ കിട്ടും. അപ്പോൾ അവിടെ ലിറ്ററേച്ചറും ലിറ്ററേച്ചറൊക്കെ വളരെയധികം എന്തായിരിക്കും ഡെവലപ്മെൻ്റ് ആയ ഒരു കാലഘട്ടമായിരുന്നു അത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ടെറാക്കോട്ട ഹ്യൂമൺ ആനിമൽ ഫിഗേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ കിട്ടാറുണ്ട്. ആനിമൽ ഫിഗർ എന്ന് പറഞ്ഞാൽ ആനിമലിൻ്റെ കളിമണ്ണിൽ ആനിമലിനെ ഉണ്ടാക്കുക. പിന്നെ ഇതിൽ കരിങ്കല്ല് കൊണ്ട് ഒരിക്കലും എന്താകുന്നില്ല, അത് ബ്രിക്സ്, അതായത് തീയിൽ ചുട്ടെടുത്ത ബ്രിക്സ് കൊണ്ട് ഇതാവുമ്പോൾ ഒരിക്കലും നശിച്ചു പോവാതെ ഇപ്പോഴും എന്തായിട്ട് കരിങ്കല്ലിലും ഒക്കെ കൊത്തി വെച്ചത് നശിച്ചു പോകുന്നില്ല. അതൊക്കെ ഇപ്പോഴും നമുക്ക് പ്രൂഫായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ നല്ല ഡാൻസും നല്ല ലിറ്ററേച്ചറൊക്കെ ഡെവലപ്പായിട്ടെന്ന് പറയുന്നത്. ഓക്കെ, സീൽ ഓഫ് പശുപതി. പിന്നെ ട്രേഡിംഗ് നെറ്റ്വർക്ക് ഇന്റേണൽ വിത്തിൻ എ കൺട്രി ആൻഡ് എക്സ്റ്റേണൽ ഓഫ് ഫോറിൻ സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് അർബൻ ഇൻകം ഇൻ ഹാരപ്പൻ പോപ്പുലേഷൻ ഡിപ്പെൻഡ് ഓൺ ദ സറൗണ്ടിങ്സ് കൺട്രി സൈഡ് ഓഫ് സപ്ലൈ ഓഫ് ഫുഡ് ആൻഡ് മെനി നെസറി പ്രോഡക്റ്റ്. ദേ ആർ എമേജ്ഡ് വില്ലേജ് ടൗൺ റൂറൽ ആൻഡ് അർബൺ. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ റൂറൽ ആൻഡ് അർബൺ ആണ്. ഗ്രാമവും പട്ടണവും തമ്മിൽ എന്താ പറയുക ട്രേഡുമായി ബന്ധമുണ്ട്, വ്യാപാര ബന്ധമുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ അവിടെ കൊടുക്കും, അവിടെ ഉള്ളത് ഇവിടെ കൊടുക്കും. ആ രീതിയിൽ ഒരു ട്രേഡിങ് റിലേഷനും ഏത് തമ്മിലുണ്ടായിരുന്നു, ഈ ഒരു പണ്ടത്തെ നമ്മുടെ ഹാരപ്പൻ ടൗൺസ് തമ്മിൽ. അത് അർബൺ എന്ന് നമുക്കറിയാം, പിന്നെ റൂറൽ ഏരിയ. അർബൺ എന്ന് പറഞ്ഞാൽ പട്ടണവും, റൂറൽ പറഞ്ഞാൽ ഗ്രാമപ്രദേശം. അപ്പോൾ ഗ്രാമത്തിൽ ഒരുപക്ഷെ അധികം സാധനങ്ങൾ കിട്ടാറില്ല, അപ്പോൾ പട്ടണത്തിലെ വസ്തുക്കൾ അവർ വാങ്ങും. അങ്ങനെ ഒരു ട്രേഡിംഗ് സിസ്റ്റം അന്ന് നിലവിലിരുന്നു, ഹാരപ്പയിൽ നിലവിലിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് സോഷ്യൽ സ്റ്റാറ്റസ്. ഹാരപ്പൻ സൊസൈറ്റി അപ്പിയർസ് ഹാസ് ബീൻ മെറ്റീരിയൽ ഓഫ് നേച്ചർ റിവ്യൂസ് ബേസ്ഡ് ഓൺ ദ പോപ്പുലർ മദർ ഓഫ് ഗോഡസ്. അല്ലേ, ഗോഡസ് അതായത് ദൈവം, ഭൂമിയെ അവർ അമ്മയെ പോലെ ആരാധിച്ചിരുന്നു. അപ്പോൾ അത് കൾച്ചർ നമ്മൾ പറഞ്ഞു, ലിറ്ററേച്ചർ പറഞ്ഞു. ഇനി വിശ്വാസം, അവർ ആരെ വിശ്വസിച്ചു, പ്രകൃതിയെ വിശ്വസിച്ചു. കൊടുങ്കാറ്റായിട്ടും ഇവരെന്തെങ്കിലും തെറ്റോ അങ്ങനെ ചെയ്താൽ കൊടുങ്കാറ്റോ പേമാരിയോ അല്ലെങ്കിൽ മഴ എന്തെങ്കിലും പ്രശ്നങ്ങൾ തീയൊക്കെ എവിടെന്നെങ്കിലും വന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വേദത്തിൽ അധിഷ്ഠിത വിശ്വാസങ്ങളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ രണ്ടും മിങ്കിൾ ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോറി വരുന്നത്. ഹാരപ്പൻ സിവിലൈസേഷനും നെക്സ്റ്റ് വേദിക് കാലഘട്ടവും. നമ്മൾ ഹിസ്റ്ററി ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹിസ്റ്ററി എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞ സംഭവം തന്നെയാണ് ഇതിലും നമ്മൾ എന്തെങ്കിലും ഫോളോ അപ്പ് ചെയ്തത്. അപ്പോൾ വേദിക് കാലഘട്ടം മറന്നു പോയത് ആര്യൻസ് ആണ് അതിൽ വന്നത്. ഋഗ്വേദമാണ് ആ ഒരു കാലഘട്ടത്തിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഗ്രന്ഥം. ആ ഒരു ഋഗ്വേദത്തെ സംബന്ധിച്ചുള്ള ഒരു കാലഘട്ടമായിരുന്നു അന്നുണ്ടായിരുന്ന നമ്മളെ മഹാഭാരത, പിന്നെ രാമായണം, ആ ഒരു ലെവലിൽ ആ ഒരു യുദ്ധം അല്ലേ, ആ സംഭവങ്ങളൊക്കെയാണ് എന്തിൽ പറയുന്നത്, നമ്മളെ വേദ കാലഘട്ടത്തിൽ പറയുന്നത്. ഓക്കെ.